ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ മകളെ കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നെന്ന ആരോപണവുമായി കുടുംബം. തിങ്കളാഴ്ച മുതൽ കാണാതായ മകളെക്കുറിച്ച് പരാതി നൽകിയിട്ടും മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് മാതാവ് പറഞ്ഞു. അസം സ്വദേശിനിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് കാണാതായത്. ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ മകൾ 9ാം ക്ലാസ്സുകാരി അസം സ്വദേശിയായ സൽമ ബീഗത്തെ തിങ്കളാഴ്ചയാണ് കാണാതായത്. കാണാതാകുന്നതിന് തലേ ദിവസം രാത്രി വീട്ടിൽ കുട്ടിയുടെ പിതാവുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച സ്കൂളിൽ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞാണ് സൽമ ബസ് കയറിപ്പോയത്. വൈകിട്ടോടെയും കുട്ടിയെ കാണാതായതിനെ തുടർന്ന് സുഹൃത്തുക്കളോടും സ്കൂളിലും അന്വേഷിച്ചപ്പോഴാണ് സ്കൂളിൽ പരീക്ഷയില്ലായിരുന്നു എന്ന വിവരം കുടുംബം അറിയുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. मेरा लड़की सोमवार को संडे को रात को झगड़ा हुआ था। झगड़ा होने का जिसका पापा का साथ मेरे साथ झगड़ा हुआ है, तो इसका पापा को गुस्सा हो गया, तो लड़की को भी थोड़ा गुस्सा हो गया। इसके वजह दिमाग में थोड़ा ज़्यादा गुस्सा है मेरा लड़की को। तो लड़की बोला है पापा को मम्मी को क्यों मारता है, इसका पापा को गुस्सा है। लड़की को फिर अब इसका पापा एक थापूर मारा है। मारने के बाद बोला इसका पापा तुम अभी चला जाओ, गुस्सा से बोला है। ഒരു തവണ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും മകൾ ഫോൺ വിളിച്ചിരുന്നു. എവിടെയാണെന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. പിന്നീട് ആ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്നും അമ്മ പറഞ്ഞു. പോലീസിന് ഈ നമ്പർ അമ്മ കൈമാറുകയും ചെയ്തു. അതേസമയം കുട്ടിയെ കാണാതായി 5 ദിവസം പിന്നിടുമ്പോഴും പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന പരാതി കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ അലംഭാവമുണ്ടെന്ന് സമീപവാസികളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞത് ഇപ്പൊ തിങ്കളാഴ്ച രാവിലെ ആള് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നതെന്നാണ്. ഒരു ജോഡി ഡ്രസ്സും എടുത്തിട്ടുണ്ട്. അപ്പൊ സ്കൂൾ ബാഗിൽ തന്നെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയേക്കുന്നത്. പിന്നെ അവർ അന്വേഷിച്ചപ്പോഴാണ് സ്കൂളിൽ ക്ലാസ് ഇല്ല, പരീക്ഷയില്ല എന്നറിയാൻ പറ്റിയത്. അപ്പൊ 3 ദിവസം വരെ ആള് വെയിറ്റ് ചെയ്യണമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നാട്ടിലെത്താൻ അവർക്ക് 3 ദിവസം വേണം ഇവിടുന്ന്. അപ്പൊ ട്രെയിൻ കയറി പോയിട്ടുണ്ടോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ 5 ദിവസമായി. അപ്പം നാട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ആൾ എവിടെയാണെന്നുള്ളത്. പിന്നെ കംപ്ലൈന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുത്ത് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. പെൺകുട്ടി ട്രെയിനിൽ കയറി തൃശൂർ വരെ എത്തി എന്നുള്ളൊരു വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന മറുപടി. പക്ഷെ 5 ദിവസം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഈ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഊർജിതമാക്കാത്തതെന്നൊരു ചോദ്യമാണ് കുടുംബവും പ്രധാനമായും ആരോപിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാനോ അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ വീട്ടിലെത്തി മൊഴിയെടുക്കുവാനോ സമീപവാസികളുടെ മൊഴിയെടുക്കുവാനോ സ്കൂളിൽ അന്വേഷിക്കാനോ ഒന്നും തന്നെ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയായതിനാൽ ഈ കേസുമായി മുന്നോട്ടു പോകുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം.